ഹായ് ഗായ്സ്, ഏവർക്കും മലയാള റൈഡേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. ആരോട് എങ്ങനെ ഇത് കംപ്ലൈന്റ് ചെയ്യണമെന്നൊന്നും അറിയാതെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ട്രെയിനിൽ. ഞാൻ കുറച്ചൊക്കെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് പേരെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക, അല്ല ഭൂരിഭാഗം ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോകുന്ന എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പൊ അത് തന്നെ നമ്മുടെ ട്രെയിനിൽ നമ്മൾ ബുക്ക് ചെയ്ത ആ സീറ്റിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, സാർ ഒന്ന് മാറിത്തരോ, ഇത് എന്റെ സീറ്റാണ്, ഇതാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആ വ്യക്തി പറയാണ്, നിങ്ങൾ ഇതാ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ നീങ്ങി തരികയാണെങ്കിൽ അത് പറ്റൂല സാർ, ഒന്ന് മാറും, ഇത് എന്റെ സീറ്റാണെന്ന് പറഞ്ഞാല് അവര് സോറി ഇത് ഞങ്ങൾ ബുക്ക് ചെയ്ത സീറ്റാ എന്നൊക്കെ കാഷ്വൽ ആയിട്ട് പറയും. എനിക്ക് അത് അനുഭവമുള്ളതാണ് കേട്ടോ. സീറ്റ് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ സഹായിക്കാനൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാവും. ഭൂരിഭാഗം അങ്ങനെ തന്നെയായിരുന്നു കുറച്ചു കാലം വരെ. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആകെ പതറിക്കും, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പൊ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ അതോറിറ്റി തന്നെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നെറ്റ് ഇല്ല എന്നുള്ള ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് വാട്സാപ്പിലല്ല, നിങ്ങൾക്ക് സാധാ മെസ്സേജ് അയച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. TTR നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ നിങ്ങൾ PNR നമ്പർ കൊടുക്കണം. ഞാൻ ആ ഫോർമാറ്റ് കാണിച്ചു തരാം. അപ്പൊ ആ നമ്പറിൽ സീറ്റ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ സീറ്റ് നമ്പറിലേക്ക് എന്തായാലും TTR വരും. അപ്പൊ TTR ഇവരോട് ചോദിക്കും, ഒഫീഷ്യലി തന്നെ ഇത് എടുക്കുന്ന അറിയും. നിങ്ങൾ കച്ചറുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വലിയ കാര്യത്തിൽ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇവര് ടിക്കറ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ഫൈനും പിന്നെ TTRക്ക് പോലീസിനെ വിളിക്കാനും പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്. The SMS format to report someone sitting on your reserved seat. അതായത് നിങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സീറ്റില് മറ്റാരെങ്കിലും കയറി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫോർമാറ്റിലാണ് മെസ്സേജ് അയക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: സീറ്റ് എന്നുള്ളത് SEAT ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആയിരിക്കണം. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് PNR നമ്പർ. ഈ PNR നമ്പർ എന്ന് പറയുന്നത് ടിക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞിട്ട്. ടിക്കറ്റിൽ ഉണ്ടാവും PNR നമ്പർ എന്ന് പറഞ്ഞിട്ട് PNR എന്ന് കൊടുത്തിട്ട് അതിന്റെ നേരെ ഒരു നമ്പർ ഉണ്ടാവും, കുറച്ച് ലെങ്ത് ഉള്ള നമ്പർ. അതാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അതിന് ഗ്യാപ്പ് വിട്ടിട്ട് സീറ്റിന്റെ നമ്പർ മാത്രം അടിച്ചാൽ മതി കേട്ടോ. സീറ്റ് നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പേസ് വിട്ടിട്ട് എഴുതേണ്ടതാണ് ഇത് ഒക്യുപ്പൈഡ് ബൈ അൺനോൺ പാസഞ്ചർ. അപ്പൊ അവർക്ക് മനസ്സിലാവും ആ സീറ്റിൽ മറ്റാരോ കയറി ഇരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഇത് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സീറ്റ് നമ്പർ അവിടെ കൊടുത്തുണ്ടോ, S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഗിയാണ്. ബോഗിന്റെ നമ്പറും പിന്നെ അതുപോലെ സീറ്റ് നമ്പറും ആണ് അപ്പുറത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ തന്നെ വേണം കൊടുക്കാൻ. ഓക്കെ, അതിന് ശേഷം ഈ ഒക്യുപ്പൈഡ് ബൈ അൺനോൺ പാസഞ്ചർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കണേ, ഇല്ലെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഏതിലേക്കാണ് ആ മെസ്സേജ് അയക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ഒരു നമ്പറാണ്, സേവ് ചെയ്ത് വെച്ചോളൂ. 139 എന്ന നമ്പറിലേക്കാണ് ഈ മെസ്സേജ് അയക്കേണ്ടത്. അപ്പം അതോറിറ്റീസിന് ഈ മെസ്സേജ് കിട്ടുന്നതോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ എത്തും. അങ്ങനെ TTR വന്നിട്ട് ഇവരെ അവിടെ നിന്ന് മാറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഹാപ്പി ജേണി എല്ലാവർക്കും നേരെയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാത്റൂം ക്ലീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അടുത്ത സെഷൻ എത്തുമ്പോൾ തന്നെ അവരൊന്ന് ക്ലീൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ പരിസരത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ഓരോ വീഡിയോസിലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇനിയും പവറായി തന്നെ മുന്നോട്ട് പോവാണ് VN Shine Media. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളാം. വേണ്ട ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആർക്കും ഒരു തടസ്സവും വരാതിരിക്കട്ടെ യാത്രകളിൽ. മാത്രമല്ല ലൈഫ് സേഫ് ആക്കി വെക്കുക. ബൈ.